നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾ നൽകാനും ജീവിതത്തിൽ നിന്ന് സർവ്വ ഐശ്വര്യങ്ങളും കവർന്നെടുക്കാനും കോടീശ്വരനെ പോലും ഭിക്ഷക്കാരനാക്കാനും ശനിക്ക് കഴിയും. ശനിയുടെ അനുഗ്രഹത്താൽ തിരിച്ച് ഭിക്ഷക്കാരൻ കോടീശ്വരനുമാകാം. ശനിക്ക് ജാതകത്തിൽ അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് സാരം. നമസ്കാരം. എല്ലാവർക്കും ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ശനി മാറുന്ന സമയം അടുത്തു വരുന്നതിനാൽ എല്ലാവർക്കും ഉള്ളിൽ ഒരു ആധി ഉണ്ടാകും. വരും സമയങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിനെപ്പറ്റി. ശനി മാറുന്നത് മാർച്ച് മാസം 30-ാം തീയതിയാണ്. എന്നാൽ ഞാൻ പറയുന്നു, യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ശനി നിങ്ങൾക്ക് ഉണ്ടാക്കില്ല. നിങ്ങൾ ശനിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ശനി നിങ്ങളെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നവഗ്രഹങ്ങളിൽ ഈശ്വരൻ എന്ന പദം ശനിക്ക് മാത്രം സ്വന്തമായുള്ളതാണ്. ശനീശ്വരൻ എന്നും മന്ദമായി സഞ്ചരിക്കുന്നതിനാൽ, അതായത് പതുക്കെ സഞ്ചരിക്കുന്നതിനാൽ മന്ദൻ എന്നും ശനിയെ പറയാറുണ്ട്. എല്ലാവർക്കും ശനിയെ ഭയമാണ്. അതിന് കാരണം കണ്ടകശനി, ഏഴര ശനി, അതുപോലെ അഷ്ടമശനി ഈ കാലങ്ങളിലൊക്കെ അനുഭവിച്ച ദുരിതങ്ങൾ, ജീവിതത്തിൽ പലവിധ ദുരിതങ്ങളും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ടാകും. ഇതൊക്കെയാണ് ശനിയെ എല്ലാവരും ഭയപ്പെടുന്നതിന് കാരണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇത്തരം കാലഘട്ടങ്ങളിൽ തന്നെയാകും ജീവിതത്തിലെ അവിസ്മരണീയമായ ദിനങ്ങൾ എന്ന കാര്യവും. അതായത് കൂടുതൽ ഗുണം ലഭിച്ച കാലവും ഈ സമയം തന്നെ ആയിരിക്കും എന്ന് സാരം. ശനിയെ പാപഗ്രഹമായിട്ടാണ് കരുതി വരുന്നത്. നവഗ്രഹങ്ങളെയൊക്കെ ശുഭഗ്രഹങ്ങളെന്നും പാപഗ്രഹങ്ങളെന്നും ഒക്കെ വേർതിരിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ശുഭഗ്രഹങ്ങൾ തിന്മയൊക്കെ തരികയും, അതായത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും, അശുഭഗ്രഹങ്ങൾ നന്മ തരികയും ചെയ്യാറുണ്ട്. അശുഭഗ്രഹങ്ങളെ കൊണ്ട് കൂടുതൽ ഗുണം ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പാപകർമ്മങ്ങളിൽ ആകൃഷ്ടരായവർക്കൊക്കെ ദുരിതഫലങ്ങൾ കൊടുക്കുന്നതും, സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ഫലങ്ങൾ ഒക്കെ ജീവിതത്തിൽ കൊടുക്കുന്നതും ഒക്കെ ഈ ജാതകത്തിലെ ഗ്രഹങ്ങളാണ്. ഒരു ന്യായാധിപതി കുറ്റവാളിക്കൊക്കെ ശിക്ഷ കൽപ്പിക്കുന്നത് കൊണ്ട് ആ ന്യായാധിപതിയെ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? ആ ന്യായാധിപതി തന്നെയാണ് നിരപരാധിയെ രക്ഷിക്കുന്നത് എന്ന കാര്യവും മറക്കരുത്. അതൊക്കെ തന്നെയാണ് ശനിയും ചെയ്യാറുള്ളത്. ശനിയെപ്പോലെ ജീവിതത്തിൽ ഫലം കൊടുക്കുന്ന ഗ്രഹങ്ങൾ ഇല്ല. ശനി അതുപോലെ ഗുണഫലങ്ങൾ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. ഗുണഫലങ്ങളെ നശിപ്പിക്കുന്ന ഗ്രഹവും ശനിയെപ്പോലെ വേറൊരു ഗ്രഹം ഇല്ല എന്ന് തന്നെ പറയാം. ഏറ്റവും വേഗം കുറഞ്ഞാണ് ശനി സഞ്ചരിക്കുന്നത്. അതിനാൽ ക്ഷമയോടെ എങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഓരോന്ന് ലഭിക്കാൻ കാത്തിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി. സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യാനും ജീവിതത്തിലുള്ള സർവ്വ ഐശ്വര്യങ്ങളും കവർന്നെടുക്കാനും ശനിക്ക് കഴിയുന്നതാണ്. നമ്മളെ നല്ല കർമ്മത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കാനും അതുപോലെ ദുഷ്കർമ്മങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കാനും ഈ ശനിയെ കൊണ്ട് സാധിക്കുന്നതാണ്. ശനിക്ക് ആയുസ്സ്, രോഗം, ദുഃഖം, ദാരിദ്ര്യം, അപവാദം, കടം, ബന്ധനം, അതുപോലെ ആലസ്യം, ഇവയുടെയൊക്കെ കാരകത്വമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രതിഫലിപ്പിക്കാൻ ശനിക്ക് കഴിയുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി. ശനിയുടെയൊക്കെ സ്വാധീനത്താൽ ഉയർന്നു വരുന്ന ഒട്ടേറെ പ്രശസ്തരെ നമുക്ക് ചരിത്രത്തിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നതാണ്. അപ്രതീക്ഷിതമായി സൗഭാഗ്യങ്ങളൊക്കെ വാരിക്കോരി തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി. ശനി ഗ്രഹനിലയിൽ എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ശനി ഉച്ചക്ഷേത്രത്തിലോ അതുപോലെ സ്വക്ഷേത്രത്തിലോ ഒക്കെ ആയിട്ട് കേന്ദ്രത്തിലൊക്കെ നിന്നാൽ പഞ്ചമഹാപുരുഷയോഗങ്ങളിൽ ശശമഹായോഗമാണ്. ശനിയെ ഭയക്കുകയല്ല വേണ്ടത്, ശനിയെ ആദരിക്കുക, ജീവിതത്തിൽ നന്മകൾ മാത്രം ചെയ്യുക, അതുപോലെ നേരായ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുക, പ്രായമായവരെയൊക്കെ ബഹുമാനിക്കുക. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരെ ശനി കനിഞ്ഞ് അനുഗ്രഹിക്കുന്നതാണ്. ശനി കർമ്മകാരൻ കൂടി ആയതിനാൽ കർമ്മങ്ങളിൽ ഈ സമയം ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെയും ശനി അനുഗ്രഹിക്കുന്നതാണ്. എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നന്ദി, നമസ്കാരം.